ആഴ്ചയിൽ കിട്ടുന്ന ഒരേ ഒരു ഞായറാഴ്ച നമുക്കൊന്ന് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുതെ ഒരു ഞായറാഴ്ച വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. കാരണം അന്നും നമുക്ക് പിടിപ്പത് ജോലിയായിരിക്കും. തറ തുടയ്ക്കണം, തുണി കഴുകണം, മാറാലെ അടിക്കണം. അയ്യോ, കൂടും കൂട്ടി വെച്ചിരിക്കുന്ന കണ്ടോ? അതിലൊരു കുത്തം കൊണ്ട് തന്നുണ്ടല്ലോ, പൊളിഞ്ഞടിച്ച് തറ വീഴും. പറഞ്ഞേക്കാം, നീ അങ്ങോട്ട് ജോലി ചെയ്ത് തുടങ്ങിക്കോ, നിന്നെയും കൂടി ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് കിടക്കുന്ന കെട്ടിയവനെ കണ്ടോ? എവിടെ മനുഷ്യനേക്ക് മനുഷ്യ അങ്ങോട്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങാരുടെ ഫോണിലെ റിംഗ് ടോൺ ആണെന്ന്. ഒന്നുമല്ല. ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ താരാട്ട് പാട്ട് അലാറം ഇട്ടുകൊണ്ട് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? രാവിലെ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ചിരി, അങ്ങനെ വേണം തുടങ്ങാൻ. ഇതൊരുമാതിരി പല്ലിയേക്കാത്ത വായും കൊണ്ട് രാവിലെ അലപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടീ, കുളിച്ചെന്ന് പറ, സുന്ദരിയും കട്ടിയത് കള. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? പിന്നെ നീ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 തരം ഭാര്യമാരുണ്ട്. അറിയാമോ? അറിഞ്ഞൂടെ? പറഞ്ഞുതരാം. അതായത് കല്യാണം കഴിച്ചു വരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ സന്തോഷം, സുഖം, പിള്ളേരുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി നടത്തുന്ന ഭാര്യ. അതായത് അച്ചടക്കം, ബഹുമാനം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഉള്ള ഭാര്യയാണ് ഒന്നാമത്തെ കാറ്റഗറി. ഈ രണ്ടാമത്തെ എനിക്ക് കിട്ടിയ പോലത്തെ ഇതുപോലത്തെ ഉള്ള സാധനങ്ങൾ. പിന്നെ എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്ന് അറിയാമോ? ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ല, പിന്നെ നല്ലൊരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥയും കൂടെ. നിനക്ക് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗം കിട്ടി എന്ന് കിട്ടിയത്? എടി, അന്തസ്സുള്ള ജോലി എനിക്കും ഉണ്ട്. ഞാൻ വാട്ടർ അതോറിറ്റി ജോലി ചെയ്യുന്ന ഒരുത്തരാണ്. കിലോമീറ്ററുകളോളം പോകുന്ന പൈപ്പിലുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ. എനിക്ക് പേരെന്തെന്നറിയാമോ? പൂക്കുറ്റി മനീഷ്. മനീഷിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാ ആഴ്ചയും ശനിയാഴ്ച ഇവിടെ വെള്ളം അടിച്ച് പൂക്കുറ്റിയായിട്ട് വരുന്ന ഉദ്ദേശം എന്തുവാ? തിങ്കൾ മുതൽ ശനി വരെ ഈ പൂക്കുറ്റി മനുഷ്യൻ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നു. പിന്നെ വീക്കെൻഡിൽ ഒരു ദിവസം പൂക്കുറ്റി മനുഷ്യൻ വെള്ളം അടിച്ചാൽ അങ്ങനെയാണ്. ഡെയിലി ഞാൻ പോയിട്ട് ഇവിടെ ഫയർഫോഴ്സിൽ തീ അടയ്ക്കുന്നില്ലേ? ആഴ്ച ഒരു ദിവസം ഞാൻ വന്ന് ഈ വീട്ടിൽ തീ അടച്ചോ? ഈ വാട്ടർ അതോറിറ്റിയിലെ ജോലി ഉള്ളതുകൊണ്ടാണ് നിന്നെ ഞാൻ കെട്ടിയത്. നീ ഇപ്പൊ എന്റെ കൂടെ ജീവിക്കുന്നത്. അതേ ഉള്ള എന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം. എന്ത് കുഴപ്പം? എടീ, വഴിയിൽ വെള്ളം അടിച്ച് ബോധമില്ലാതെ ധിക്കറിയാതെ നിക്കറിട്ടിരുന്ന നിന്റെ അച്ഛനെ തട്ടി തോളിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനാണ്. അപ്പോഴല്ലേ ഞാൻ നിന്നെ കണ്ടത്. അന്ന് നിന്റെ അച്ഛൻ്റെ ചെവി പറഞ്ഞൊരു കാര്യമുണ്ട്, അടിച്ചു പിറ്റാൻ നിൽക്കണം എന്റെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശിക്ഷ നീ അനുഭവിക്കുമെന്ന്. ആ ശിക്ഷയാണ് നീ എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നീട് ദൈവമേ, ഇങ്ങനൊരു കാലനെയാണെന്നോ നീ എനിക്ക് ഭർത്താവായി തന്നത്? കാലന? ഞാൻ കാലിനടി നിനക്ക്? എടി, നീ എന്നെ പൊന്നെന്നല്ലടി വിളിച്ചോണ്ടിരുന്നത്. ഈ പൊന്ന് കാലനിലേക്ക് വരാൻ ഞാൻ 6 വർഷത്തെ സമയം എടുക്കേണ്ടി വന്നു. അറിയാമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫയർഫോഴ്സ് ബാൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു വീട് ഞങ്ങളുടെ വീട്. എന്താണെന്നോ? എന്റെ ചേച്ചിമാരെ നിങ്ങൾ കേൾക്കണം. ഈ മനുഷ്യൻ 24 മണിക്കൂർ ഞാനുമായിട്ട് വഴക്ക് മൂക്കുമ്പോ ഇങ്ങാരെടുത്ത് കണ്ടിച്ചാടും. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാനും എടുത്ത് കൂടെ ചാടും. ഇങ്ങാര് ചാടും, ഞാനും ചാടും. ഇങ്ങാര് ചാടും, ഞാനും ചാടും. അവസാനം എങ്ങനെയാണെന്ന് അറിയത്തില്ല. 10 മിനിറ്റിനകം ഫയർഫോഴ്സ് വീട്ടിൽ വന്നിരിക്കുന്നതാണ്. അതെന്റെ ബ്രില്യൻസ്. ഞാൻ ചാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് ചാടുന്നത്. ഇല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ തട്ടി മേളിലോട്ട് പോകുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്റെ അമ്മയും അച്ഛനെയൊക്കെ കിടന്ന് ചീത്ത പറയുന്നത് എന്തോ? നമ്മളൊരു വണ്ടി വാങ്ങിച്ചത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയെ കുറ്റം പറയും, കമ്പനിയെ കുറ്റം പറയും. കമ്പനിയെ കുറ്റം പറയില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിന്റെ അച്ഛനെ പറയുന്നത്. നീ തീരെ മോശമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം എന്റെ അച്ഛനും അമ്മ ഇവിടെ ഇറങ്ങി പോകാൻ കാരണം നീ അല്ലേടി? പറയുന്ന വർത്താനം കേട്ടോ മനുഷ്യ അങ്ങനത്തെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചു വന്ന പിറ്റേ ദിവസം നല്ല സന്തോഷത്തോടു കൂടി അച്ഛൻ ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തു. ആ ചായ കയ്യിലോട്ട് വാങ്ങിച്ചിട്ട് അങ്ങാര് അതി കിടന്ന ടീ ബാഗ് എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയുക, ഇടി കൂടോത്രം ചെയ്ത് ഞങ്ങളെ ഇവിടെ ഓടിക്കാൻ നോക്കുന്നോണ്ട് നിങ്ങളുടെ അച്ഛൻ. ഞാനൊരു കാര്യം പറയാം, നീ രാവിലെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. തർക്കിച്ചാൽ നമ്മൾ രണ്ടുപേരും ജയിക്കൂല. നിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിനക്ക് മാനസികമായിട്ട് നീ ഒട്ടും ഓക്കെ അല്ല. അപ്പൊ ഞാനൊരു മാനസിക രോഗിയാണ്. അയ്യോ, ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ രാവിലെ യോഗയൊക്കെ ചെയ്യാൻ പോകുമ്പോ നീ എന്റെ കൂടെ വാ. അപ്പൊ ഞാൻ തടിച്ചാണെന്ന്. അങ്ങനെയല്ലെന്ന് എങ്കിൽ നീ വരണ്ട. അപ്പൊ ഞാൻ മടിച്ചാണെന്ന്. എടി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ നുണച്ചിയാണെന്ന്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നില്ല. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നെ പോണമായിരുന്നു. എന്താ, ഞാൻ പൊക്കോളാം. കണ്ടോ, ഒറ്റയ്ക്ക് അവിടെ പോയി കുന്തളിക്കണമായിരുന്നു. അതിനായിങ്ങനെ വളഞ്ഞു മൂക്കെ പിടിച്ച ഈ മനുഷ്യൻ എനിക്കറിയാം. എന്റെ ദൈവമേ, ഇതിന്റെ വായിരിക്കണ കേൾക്കാൻ ഒരു കാലം പോലും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഞാൻ പോയി, ഞാൻ ജഗന്നാഥൻ പോയി പോയി ആരൊന്നും നോക്കടി. രാവിലെ അവള് എന്താ കാര്യം പറ, കാര്യം പറയടി. കാലൻ
ഒരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ വന്നല്ലേ. വെറുതെ ഒരു കളി പറയും. ഇതാണ് ഞാൻ ഒരു തമാശ ഞാൻ പറയത്ത്. കാലിനെ നീ കണ്ട് എങ്ങനെ ഇരിക്കും? ഏകദേശം നിങ്ങളെ പോലെ. എന്നെ പോലെ ഇരിക്കും. അതാര്? നിങ്ങളുടെ അച്ഛൻ വന്ന് ദോ വാതിലേ. എന്റെ അച്ഛനാണ് കാലിനെ എന്റെ അച്ഛൻ വന്ന് വിളിക്കുന്നു. അച്ഛാ അച്ഛൻ കയറി വാ അച്ഛാ. അച്ഛാ അച്ഛാ അകത്തോട്ട് വാ അച്ഛാ. എന്നെ കൂടോത്രം ചെയ്ത് കൊല്ലാൻ നോക്കി അവക്കടെ അടുത്തേക്ക് എന്റെ പട്ടി വരും. അങ്ങനെ പറയല്ലേ, അതൊരു ടീ ബാഗ് ആണ്. അത് കൂടോത്രൊന്നുമില്ല. അച്ഛൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവ്. എടാ ഞാൻ അപ്ഡേഷൻ ആയ കാരണമാണ് നീ ഇങ്ങനെ രണ്ട് കാലയിൽ നിവർന്ന് ഇവിടെ നിൽക്കുന്നത്. അതല്ലല്ലോ അച്ഛൻ 6 വർഷത്തെ പിണക്കം കഴിഞ്ഞല്ലേ എന്റെ അച്ഛനെ കാണാൻ. അച്ഛൻ അതോട്ട് വരില്ല പോടാ. എന്ത് കട്ടമാണെന്ന് നോക്കിയേ. എടീ അന്ന് നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ അച്ഛൻ പിണങ്ങി മാറിയിരിക്കുന്നത്. പോയി വിളിച്ചോണ്ടോ അടി. സൗകര്യമില്ല എനിക്ക്. ദൈവമേ വിളിക്കണം. ഹലോ ഹലോ ആ ചേട്ടാ, നിങ്ങൾ അവിടെ എത്തിയോ? എടി ഞാൻ ഇവിടെ വന്ന് കയറിയുള്ളു. ചെന്ന് കയറി ചായം കുടിച്ച് വന്ന കാര്യം മറന്നു പോകരുത്. ഇല്ല. നമ്മുടെ മോനും അവളും കൂടെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസിനാ അത് ആപത്ത്. എനിക്കറിയാം. അത് മറന്നു പോകരുത് ചേട്ടാ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? പിന്നെ ഈ ജോലി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. കാരണം കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിങ്ങൾ വിരുന്ന് വന്നപ്പോ ആ ദിവസം തന്നെ എന്റെ അച്ഛനെ അമ്മയും നിങ്ങൾ 2 വഴിക്കാക്കി. അതുപോലെ അവിടെ തകർത്തേക്കണം കേട്ടോ. എടി അതുകൊണ്ടാണ് നാട്ടുകാരെന്നെ കുടുംബം കലക്കി കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്നത്. 1ഉം 2ഉമല്ല, 35 വർഷത്തെ സേവന പാരമ്പര്യം. എടേ നീ ഒരു കലത്തിൽ നല്ലോണം വെള്ളം ചൂടാക്കി വെച്ചോ. അതെന്തിനാ? ഈ കുടുംബം കലക്കിട്ട് വന്നിട്ട് വേണം എനിക്ക് എണ്ണ തേച്ചൊന്ന് കുളിക്കാൻ. മനസ്സിലായില്ലേ? ഇല്ല. എടി കലക്കിയ പാപം കുളിച്ചാ തീരും. ശരിയെന്നാ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഇപ്പൊ എന്തോ കാര്യത്തിനാന്നാ ഇങ്ങോട്ട് തിരക്കി വന്നേ? കുറെ വർഷമായില്ലേ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണല്ലോ തിരക്കിയത്. വെറുതെ അല്ല നിങ്ങളെ നാട്ടുകാരെ കുടുംബം കലക്കി കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്നേ. അത് മട്ടുമല്ല, എനിക്കെന്നോട് പേരെടുക്ക്. ഡബിൾ പ്ലേറ്റ് കുഞ്ഞപ്പൻ. മനസ്സിലായില്ല. 2 പാത്രമാക്കണം കുഞ്ഞപ്പൻ. കണ്ടോ ഇപ്പോഴും നമ്മളെ തമ്മിൽ പിരിക്കണോന്നുള്ള മനസ്സാങ്ങാർക്ക്. എടാ മോനെ, ഞങ്ങൾ വന്നാ അറിയാമോ, ഈ താടകയുടെ കയ്യിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ വേണ്ടി വന്നോ. ഞാൻ താടകയോ? ഒരു സ്ത്രീയുടെ ഒരു മരുമോളുടെ മുഖത്ത് നോക്കി എന്നെ താടകാന്ന് വിളിച്ച് നിങ്ങളൊരു അമ്മായി അച്ഛനാണോ? ഒരു മരുമോളോട് ഇങ്ങനെ പറയാവോ? അയാളുടെ ഭാര്യയല്ലയോ ഞാൻ? ഇങ്ങനെയൊക്കെയുള്ള വർത്താനം പറയും. ഇവരെന്തോ കുഴപ്പമാക്ക്. സമാധാനം, സന്തോഷം, എല്ലാ രീതിയിലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യരെ ഞാൻ നോക്കിയെടുത്ത് വളർത്തുന്നതിന് എന്നെ താടകാന്ന് പറയുന്ന ഒരു അമ്മായി അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അറിയാമോ? ഞാൻ കണ്ടിട്ടില്ല. ഭാര്യക്ക് ഇത്രയും ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാൻ കളിച്ചാ മതിയായിരുന്നു ഭാര്യ പറഞ്ഞപ്പോ ബാക്കിയുള്ള ഉയിര് പോയി. അറിയാമോ മോനെ, ഞാൻ എന്താ വന്നെന്നറിയാമോ? നമ്മുടെ ഫാമിലിയിലെ വാട്സപ്പ് ഗ്രൂപ്പില് ഇവളൊരു ഫോട്ടോ ഇട്ടേക്കണുണ്ടോ? എന്ത് ഫോട്ടോ? കൈയില്ലാത്ത ഉടുപ്പിട്ട ഫോട്ടോ ഇവളിട്ടേക്കണു. അത് കൊള്ളാമോ? എടി കൈയില്ലാത്ത ഉടുപ്പിടാ നീ ആര് ചാക്കോ മാഷോ? മനസ്സിലാക്കാനുള്ള കാര്യം ഇത് പണ്ടും ആൾക്കാരിടും. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു ട്രെൻഡ് അല്ലേ, അവർ ഇട്ടോട്ട് പോട്ടെ. ഒന്നുമല്ല, ഞങ്ങളുടെ തറവാട്ടിലെ ആരും ഇങ്ങനെ കൈയില്ലാത്ത ഉടുപ്പിട്ട് നടന്നിട്ടില്ല. അതിന് നമുക്കത് വാങ്ങിക്കാനുള്ള ഗതിയില്ലല്ലോ. ആകെ ഒരു മഞ്ഞത്തോർത്ത് 5 അതിൽ നിൽക്കാനടിക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കളിയാക്കല്ലേ. ഒരു കാലത്ത് 10 ആന ഉണ്ടായിരുന്ന തറവാടാണത്. പെണ്ണ് നിൽക്കണം പറഞ്ഞു നുണ പറയുന്നത്. 10 ആന പോയിട്ട് 2 നാനോ വാങ്ങിക്കാനുള്ള പൈസ പോലും നമ്മുടെ കുടുംബത്തില്ലായിരുന്നു. ഇപ്പൊ എന്തോ കാര്യത്തിനാ ഞങ്ങളെ തിരക്ക് ഇങ്ങോട്ട് വന്നേ. മോനെ, എന്താ എനിക്കറിയാവോ, അച്ഛന് ഉറങ്ങാൻ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ള. ഉറങ്ങാൻ കിടന്നിട്ട് മേളിലേക്ക് നോക്കിയാ കണ്ണിൽ നീ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. കണ്ടോടി, 6 വർഷം മുമ്പ് നീ ഇറക്കി വിട്ട മനുഷ്യനാ. എന്നോടുള്ള സ്നേഹം കണ്ടോ? എന്റെ അച്ഛനോടുള്ള സ്നേഹം കണ്ടോ? എന്റെ അച്ഛൻ സ്നേഹം കൊണ്ടല്ലടാ. എടാ നീ 10ാം ക്ലാസ്സിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പൊരുതി തോറ്റ മനീഷ് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂട്ടുകാരൊരു ഫ്ലക്സ് അടിച്ചില്ലേ? അതാണ് ചോർച്ച തടയാൻ വേണ്ടിട്ട് ഫ്ലക്സ് ഇങ്ങനെ നിവർത്തി വെച്ചേക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് നിന്റെ മുഖ. കണ്ടോ ഇപ്പോഴും അങ്ങനെ കുന്തളിപ്പ് മാറിയിട്ടില്ല. വന്ന് കണ്ടിട്ട് പറയുന്ന വർത്താനം കണ്ടോ? കുന്തുമായി ഉരുണ്ട് കളിക്കുന്ന നിങ്ങൾ. എങ്ങനെ ഉരുണ്ട് കളിക്കാതിരിക്കും? ഞാൻ ഉരുണ്ട് കളിക്കും. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ ഉരുണ്ട് കളി. ആദ്യം ഇവനെ കിട്ടാൻ വേണ്ടി അമ്പലത്തിന് ചുറ്റും ഞാൻ കിടന്നു ഉരുണ്ട്. പിന്നെ 10ാം ക്ലാസ് ജയിക്കാൻ വേണ്ടി സ്കൂളിന് ചുറ്റും ഞാൻ കിടന്നുണ്ട്. പിന്നെ PH ജയിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് ചുറ്റും ഞാൻ കിടന്നുരുണ്ട്. ചുമ്മാ ഇവിടെ നിൽക്കാതെ വന്നു കയറി എന്റെ അച്ഛന് ചായ എടുത്തോണ്ട് അടിക്കോട്ടെ. സൗകര്യമില്ല. എടി വന്നിരിക്കുന്ന അതിഥിയാ, പോയി ചായ എടുത്തോണ്ട്. വന്നിരിക്കുന്ന നമ്മുടെ അതിഥിയല്ല, ബാബാ സുരേഷിന്റെ അതിഥിയാ. മൂർഖനാ ഞാൻ ചായ എടുക്കാൻ പോകുന്നത്. അതൊന്നും പറയാൻ പോയി ചായ എടുത്തോണ്ട് പോ. ആവശ്യമില്ല. അച്ഛൻ വാ അച്ഛൻ. അച്ഛന് ഒരുപാട് വിഷമമുണ്ടോ? ഒരുപാട് വിഷമമുണ്ട്. എന്തോ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ. എനിക്കറിയാലോ. നമ്മുടെ വീട്ടിൽ ഉപ്പൊഴിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ
കെട്ടുകെട്ടായിട്ട് പപ്പടം വീടാന്തരം വിറ്റാണ് ഞാൻ നിന്നെ വളർത്തിയത്. അതിന് 2 പപ്പടം എടുത്ത് ചുട്ടിരുന്നെങ്കിൽ ആ കഞ്ഞിയുടെ നമുക്ക് കുടിച്ചുകൂടായിരുന്ന അത് നാട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് മറ്റേ കഥ പറയുന്ന നോക്കിയാണ്. അച്ഛാ ഞാൻ ആദ്യം അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാം. ഈ കുറി കണ്ടപ്പോഴും എനിക്ക് അച്ഛാ ആ പണ്ടത്തെ അന്ധവിശ്വാസം അച്ഛൻ ഇപ്പോഴും വിട്ടിട്ടില്ല. അച്ഛൻ ഈ അന്ധവിശ്വാസമൊക്കെ വിട്ടിട്ട് മനുഷ്യനെ പോലെ ജീവിക്കാൻ പഠിക്കച്ചാ. എടാ അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല, നീ ഇവളും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്റെ ആയുസിന് ആപത്താണെന്ന് നമ്മുടെ കുടുംബ ജോത്സ്യം പറഞ്ഞേക്കണത്. അതോ നീ വിശ്വസിച്ചില്ല? പോട്ട്. എടാ നമ്മുടെ തൊട്ടപ്പുറത്തെ രഘുവിന്റെ മോൻ രതീഷ്, അവൻ 4 പെണ്ണ് കെട്ടൂന്ന് പറഞ്ഞു. ഈ ജോത്സ്യന്റെ ഭാര്യ അടക്കം 5 പെണ്ണവൻ കെട്ടി. അത് ശരിയായില്ലേ? അച്ഛാ ഈ അപ്പം വല്ലവനും നാട് ഇറങ്ങി പെണ്ണ് പിടിച്ച് എന്റെ മണ്ടേ കൊണ്ട് വെക്കേണ്ട കാര്യം. പോരാത്തിന് ജോത്സ്യന്റെ പെണ്ണ് ഇറങ്ങിപ്പോയത് ഇതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല. മോനെ ഞാൻ കാര്യം പറയാം, നമ്മൾ ഭർത്താക്കന്മാര് പുരുഷന്മാരാ. അതെ. പെണ്ണുങ്ങളുടെ കീഴിൽ നമ്മൾ നിൽക്കരുത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം, ഒരു സ്റ്റാൻഡ് വേണം, നിലപാട് വേണം. അത് അച്ഛൻ പറഞ്ഞ ശരിയാ. പക്ഷേ എനിക്ക് ഇതെന്താ അച്ഛൻ എവിടെ ഇരിക്കുന്നത്? അത് രാവിലെ നിന്റെ അമ്മച്ചിയുടെ നൈറ്റ് അലക്കി ഇപ്പൊ പത തെറിച്ചതാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് പ്രശ്നം. പിന്നെ അവള് വിളിക്കണം. ഹലോ ഹലോ, എന്തായി? ഉടുപ്പിന്റെ കാര്യം എന്തായി? ഉടുപ്പ് വട്ടം കീറി പേടി പേറ്റില്ലെന്ന്. അയ്യോ, അപ്പൊ പ്ലാൻ എ പൊളിഞ്ഞു. അന്നൊരു കാര്യം ചെയ്യ്, പ്ലാൻ ബി എടുക്ക്. ചരടെടുത്തായിരുന്നോ? എന്നാ ജയിപ്പിച്ച് അന്ന് ചരടെടുത്തോണ്ട് പോയായിരുന്നോന്ന്? ചരടുണ്ട്. ആ, അത് അവള് വരുന്ന വഴി നിങ്ങൾ നിവർത്തിയിട്. അവൾ അത് മാറി കടന്നു കഴിഞ്ഞാ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കും. അവള് വീട് വിട്ട് ഇറങ്ങി പൊക്കോളൂ. പേടിക്കണ്ട. ഇത് രണ്ട് പാത്രമാക്കിട്ടാ ഞാൻ ഇവിടുത്തെ വരുള്ളൂ. ധൈര്യമായിട്ടിരുന്നു. ഓക്കെ. അതാണ് അവള് ചായം കൊണ്ടുവരുന്ന അച്ഛാ. അയ്യോ, ചായക്കകത്ത് പഞ്ചാര ഇട്ടില്ല. വേണ്ട. എതിലേ വന്നാലും ചായ കുടിച്ചാ പോരായോ? ചായ കുടിക്കച്ചാ. പാവം ക്ഷീണിച്ച് അവസരമായിട്ടാ വന്നിരിക്കുന്നത്. പാവം മക്കളെ, അച്ഛനൊരു കാര്യം പറയാം. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ബസ് പോലെയാണ്. ഈ ബസിന്റെ ഡ്രൈവറാണ് ഭാര്യ, കണ്ടക്ടറാണ് ഭർത്താവ്. ഈ കണ്ടക്ടർ എവിടെ മണി അടിച്ചാലും ബസ് അവിടെ നിർത്തിയിരിക്കണം. ഭയങ്കര ബുദ്ധിയാണ്. അച്ഛാ ഈ ഡ്രൈവറായ ഭാര്യ വേറെ ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ കണ്ടക്ടർ ഒറ്റയ്ക്ക് ഇരുന്ന് മണി അടിക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് ഈ നൂലിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ കഥ പറഞ്ഞത്. കാര്യങ്ങൾ പറഞ്ഞു. അത് കാര്യമായിട്ട് എടുക്കണ്ട. ഹലോ, എന്തായി? മട്ടം പൊളിഞ്ഞടി. എനിക്കറിയാം, നിങ്ങൾ ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയാം ഇതിങ്ങനെ നടക്കത്തുള്ളത്. അപ്പൊ ചരടിന്റെ കാര്യം തീർന്ന്. ജപിച്ച മുട്ട എടുത്തിട്ടുണ്ടായിരുന്നോ? എടേ, നിനക്കൊരു മനസാക്ഷി ഉണ്ടോ? എന്തുവാ? നീ അല്ലാതെ ആ മുട്ട എന്റെ കൈ തന്നു വിടുവോ? എന്താണ് ആ മുട്ട ഞാൻ മടിയിൽ വെച്ച ആ മുട്ട വെയിലും കൊണ്ട് ഞാനിവിടെ എത്തിയപ്പോ മടിയിലിരുന്ന് ചൂടും കൊണ്ട് ആ മുട്ട വിരിഞ്ഞടി. എന്നിട്ട് ആ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി ചന്തയിൽ കൊടുത്ത് അതിന് കിട്ടിയ കാശ് കൊണ്ടാണ് ഞാൻ ഇവിടെ വണ്ടി വിളിച്ചു വന്നേക്കണേ. അത് വിട്. തകിട 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 അതല്ല, തകിട 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 തകിടന്ന് ചിത്രത്തിലെ പാട്ട് പാടിയതല്ലേ? പാട്ട് പാടി കളിക്കാൻ പറ്റിയ സമയം. തകിട് എടുത്തായിരുന്നോ? തകിട്? അയ്യോ, തകിട് ഞാൻ എടുത്തില്ല, മറന്നുപോയി. എനിക്ക് വയ്യ. ഇങ്ങനെ കൊണ്ട് ഞാൻ എന്ത് എന്റെ മുമ്പിലോട്ട് വന്ന് ഇടിച്ചാ ശരിയാക്കും. കേക്ക് എടുത്തായിരുന്നോ? കേക്ക് ഇനി അതും കൂടിയേ ഉള്ളൂ. മോനോട് പറയണം സ്നേഹപൂർവ്വം ആ കേക്ക് മുറിച്ചിട്ട് അവിടെ അണ്ണാക്കിലോട്ട് ഇച്ചിരി എടുത്ത് വെച്ച് കൊടുക്കാൻ. അതും കൊണ്ട് പോയിക്കോളൂ. ഓക്കെ, നീ പേടിക്കണ്ട. ഇത് ലാസ്റ്റ് കയ്യാ. ഇതിൽ രണ്ട് പാത്രാക്കിയില്ലെങ്കിണ്ടല്ലോ, നീ നോക്കിക്കോ. ഓക്കെ, പക്ഷെ ധൈര്യമായിട്ടിരുന്നു. ഞാൻ വന്നേക്കാം. മോനെ 6 വർഷം കൂടിയിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നേക്കണതാ. അതെ. മണിമൊക്കെ എന്നോട് പണക്കൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ. ഇല്ല. സന്തോഷായി. അപ്പൊ നമുക്കിനി നല്ലൊരു ജീവിതമാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി മധുരം കഴിച്ചു തുടങ്ങിയാലോ? മധുരം കഴിച്ചു കൊടുക്കാം. ഇതിനകത്തൊരു കേക്ക് ഉണ്ട്. ഇതൊരു കട്ട് ചെയ്തിട്ട് മോൻ ഒരു കഷ്ണം അവക്ക് കൊടുക്ക്. അത്രേ ഉള്ളൂ. അത് പറയണ്ടേ? പിന്നെ അല്ല. ഒരു മിനിറ്റ്. എടീ, 6 വർഷം കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ വാങ്ങിച്ചോണ്ടുവന്ന കേക്കാണ്. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പണക്കവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിനക്കുണ്ട്. അതുകൊണ്ട് നീ ഈ കേക്ക് കൊണ്ട് അച്ഛൻ്റെ വാക്കി വെച്ചോളൂ. പിന്നെന്താ കൊടുക്കുന്നേര്? എനിക്ക് വേണ്ട. എന്നെ പിടിച്ചു കൊടുക്കല്ലേ? എന്നെ കൊല്ലാറുണ്ടോടെ? അയ്യോ, കേക്ക് കഴിക്കുന്നതിന് ഇത്രയും വെപ്രാളം കാണിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പണക്കൊന്നുമില്ല. എനിക്ക് സന്തോഷം. അയ്യോ, ഹലോ, എന്തായി? കഴിച്ചു.
അവൾക്ക് വല്ല മാറ്റം ഉണ്ടോ? അവളല്ലടി കഴിച്ചത്, മൊത്തം ഞാനാ കഴിച്ചേ. പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട്. എടി പൂതനെ, ഓമനല്ല, നിന്നെ അറിഞ്ഞുകൊണ്ട് വിളിച്ചോ. എടി എന്നാടി നിന്റെ വിചാരം? നമ്മളെ പിള്ളേർ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കണ കണ്ടിട്ട് നിനക്ക് സഹിക്കണതല്ലേ? അയ്യോ, ഇനി മുതൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിന്നെ എനിക്ക് വേണ്ട. കേക്ക് വലിച്ചു തുടങ്ങി അങ്ങനെ പറയില്ലേ. നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയി നിങ്ങൾക്കുള്ള ചൂടുവെള്ളം തന്നെ വെട്ടി തിളച്ചോണ്ടിരിക്കുന്നത്. എന്റെ പട്ടി വിളി, നീ ആ ചൂടുവെള്ളം എടുത്ത് പുഴുങ്ങിക്കോ. ഓടി കൊടുത്തു പൊക്കോ. അച്ഛൻ ആരെടുത്തായി കിടന്ന് ദേഷ്യപ്പെടുന്നത്? എന്തുവാ സംഭവം? മക്കളെ, അച്ഛനൊരു കാര്യം തീരുമാനിച്ചു. ശിഷ്ടകാലം ഇനി എന്റെ മക്കളുടെ അടുത്ത് തന്നെ അച്ഛൻ. അത് ഞങ്ങളുടെ കഷ്ടകാലം.